ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. നമ്മുടെ ജീവിതത്തിൽ നമ്മിൽ ഭൂരിഭാഗം പേരും പ്രാർത്ഥനയെ ഉപേക്ഷിക്കുന്നതും പ്രാർത്ഥനയ്ക്ക് പ്രാധാന്യം നൽകാതിരിക്കുകയും ചെയ്യുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നത് പോലെ നമ്മുടെ അത്യാവശ്യ ഘട്ടങ്ങളിൽ ദൈവം പ്രവർത്തിക്കാറില്ല എന്നൊരു തെറ്റായ ബോധ്യം നമുക്ക് ഉള്ളതുകൊണ്ടാണ്. അപ്രകാരം ഒരു ബോധ്യം നമുക്കുണ്ടെങ്കിൽ അതിനുള്ള ഉത്തരമാണ് ഇന്നത്തെ സുവിശേഷത്തിലൂടെ ദൈവം നമുക്ക് നൽകുന്നത്. യേശുവിൽ പ്രിയ സഹോദരരെ, ഇന്നത്തെ സുവിശേഷത്തിൽ യേശുനാഥൻ ഒരു അന്ധനെ സുഖപ്പെടുത്തുമ്പോൾ ആദ്യം അവൻ്റെ മേൽ കൈകൾ വെക്കുമ്പോൾ അവൻ പൂർണ്ണമായി സൗഖ്യം പ്രാപിക്കുന്നില്ല. വീണ്ടും കൈകൾ വെച്ച് പ്രാർത്ഥിക്കുമ്പോഴാണ് അവൻ പൂർണ്ണ സൗഖ്യം പ്രാപിക്കുന്നത്. എന്തുകൊണ്ട് യേശുനാഥൻ 2 പ്രാവശ്യം കൈകൾ വെച്ച് പ്രാർത്ഥിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ അത് യേശുനാഥൻ്റെ ശക്തിയിൽ കുറവ് വന്നതുകൊണ്ടല്ല, മറിച്ച് ചില ആവശ്യങ്ങൾക്കായി, ചില ആഗ്രഹങ്ങൾക്കായി നാം ക്ഷമയോടെ കാത്തിരിക്കണമെന്നൊരു ബോധ്യം യേശുനാഥൻ നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 37-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവിൻ്റെ സന്നിധിയിൽ സ്വസ്ഥമായിരിക്കുവിൻ, ക്ഷമാപൂർവം അവിടുത്തെ കാത്തിരിക്കുവിൻ. 1 സാമുവേലിൻ്റെ പുസ്തകം 1-ാം അധ്യായം 7-ാം വാക്യത്തിൽ നാം വായിക്കുന്നു, ഹന്ന തൻ ഒരു മകന് വേണ്ടി ആണ്ടുതോറും ദേവാലയത്തിൽ പോയി പ്രാർത്ഥിച്ചു. എന്തുകൊണ്ട് അത്രയും നാൾ ഹന്നയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നു എന്ന് ചോദിച്ചാൽ നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ അറിയുന്നത് ദൈവത്തിനായതുകൊണ്ടും നാം കാത്തിരിക്കുമ്പോഴാണ് ഏറ്റവും നല്ലതിനെ ദൈവം നമുക്ക് നൽകുന്നത് എന്നൊരു ബോധ്യം നമുക്ക് നൽകുവാൻ വേണ്ടിയിട്ടുമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനങ്ങളുടെ പുസ്തകം 27-ാം അധ്യായം 14-ാം വാക്യത്തിൽ നാം വായിക്കുന്നത്, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുവിൻ, ദുർബലരാകാതെ അവിടുത്തെ കാത്തിരിക്കുവിൻ. എന്തുകൊണ്ട് നാം നമ്മുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലപ്പോൾ കാത്തിരിക്കേണ്ടി വരുമെന്ന് ചോദിച്ചാൽ വെറുതെ ലഭിക്കുന്ന ഒന്നിനും വിലയില്ല എന്ന് നാം മനസ്സിലാക്കുന്നത് പോലെ നാം പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ ലഭിക്കുന്ന ഉത്തരങ്ങൾക്ക് നാം വില കൽപ്പിക്കാറില്ല. എന്നാൽ നാം കാത്തിരുന്ന് നമുക്ക് ലഭിക്കുന്ന ഉത്തരങ്ങൾക്ക്, കാത്തിരുന്ന് ക്ഷമയോടെ പ്രാർത്ഥിച്ച് ലഭിക്കുന്ന അനുഗ്രഹങ്ങൾക്ക് തീർച്ചയായും നാം വില കൽപ്പിക്കും, ദൈവത്തിന് മഹത്വം നൽകും എന്നത് വാസ്തവമാണ്. അതുകൊണ്ടാണ് വിലാപങ്ങളുടെ പുസ്തകം 3:25 നാം വായിക്കുന്നത്, കർത്താവിനായി കാത്തിരിക്കുന്നവർക്ക് അവിടുന്ന് നല്ലവനാണ്. അതിനാൽ പ്രിയ സഹോദരരെ, ഈ ഒരു ബോധ്യത്തോടുകൂടി നമ്മുടെ പ്രാർത്ഥനകൾക്ക് അപ്പോൾ തന്നെ ഉത്തരം ലഭിച്ചില്ല എന്നതിൻ്റെ പേരിൽ ദൈവത്തെ ഉപേക്ഷിക്കുകയല്ല നാം ചെയ്യേണ്ടത്, പ്രാർത്ഥനയിൽ കുറവ് വരുത്തുകയല്ല നാം ചെയ്യേണ്ടത്, മറിച്ച് ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുകയാണ് നാം ചെയ്യേണ്ടതെന്ന് ഇന്നത്തെ സുവിശേഷത്തിലൂടെ യേശുനാഥൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കുത്തരം ലഭിച്ചില്ലെങ്കിൽ നാം ഉപേക്ഷിക്കാതെ കൂടുതൽ കൂടുതൽ പ്രാർത്ഥനയിൽ ദൈവത്തോട് ചേർന്നിരിക്കുമ്പോഴാണ് നമ്മുടെ ആവശ്യങ്ങളിലേക്കും ആഗ്രഹങ്ങളിലേക്കും ദൈവം ഇറങ്ങി വരുന്നത് എന്നൊരു ബോധ്യം എപ്പോഴും നമുക്കുണ്ടായിരിക്കണം. കാരണം നമ്മുടെ ആവശ്യങ്ങൾ നമ്മേക്കാൾ കൂടുതൽ ദൈവത്തിന് അറിയാമെന്നതുകൊണ്ട് നമുക്ക് ഏറ്റവും നല്ലത് നൽകുവാനാണ് ദൈവം ആഗ്രഹിക്കുന്നത് എന്നതുകൊണ്ടും നാം ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ആത്മാർത്ഥതയോടെ ദൈവത്തോട് പ്രാർത്ഥിക്കുക എന്നത് മാത്രമാണ്. അതുകൊണ്ടാണ് 1 തെസ്സലോനിയൻസ് 5:16 പൗലോസ്ലീഹ പറയുന്നത്, നിരന്തരം പ്രാർത്ഥിക്കുവിൻ, ദൈവത്തിന് നന്ദി പറയുവിൻ, ഇതാണ് ക്രിസ്തുവിൽ നിങ്ങളെക്കുറിച്ചുള്ള ദൈവഹിതം. ഈ ഒരു ബോധ്യത്തോടുകൂടി നാം പ്രാർത്ഥിക്കുന്നതിന് ഉത്തരം ലഭിച്ചില്ലെങ്കിൽ, അനുഗ്രഹങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ ഉത്തരം ലഭിച്ചില്ലെങ്കിൽ നമ്മുടെ പ്രാർത്ഥനകൾ ഉപേക്ഷിക്കാതെ ദൈവത്തിൻ്റെ സമയത്തിനായി കാത്തിരിക്കുവാൻ നമുക്ക് പരിശ്രമിക്കാം. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. എല്ലാ ദിവസവും വചനം വായിക്കുവാനും വിശുദ്ധിയിൽ ജീവിക്കുവാനും പരിശ്രമിക്കുക. നമ്മുടെ എല്ലാ ആവശ്യങ്ങളും ആഗ്രഹങ്ങളും കർത്താവിന് സമർപ്പിച്ചുകൊണ്ട് കർത്താവിൻ്റെ ആശീർവാദത്തിനായി നമുക്ക് നമ്മെ തന്നെ ഒരുക്കാം. കർത്താവ് അനുഗ്രഹിക്കുകയും പരിപാലിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണയായിരിക്കും പ്രസാദിക്കുകയും ചെയ്യട്ടെ. കർത്താവ് കരുണാപൂർവ്വം കടാക്ഷിച്ച് നിങ്ങൾക്ക് സമാധാനം നൽകട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ദൈവം നമ്മെ എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.